ഓക്കെ മാം. സ്ക്രീൻ ഫുൾ ആയിട്ട് കാണുന്നില്ല ഇപ്പൊ? യെസ്, ഹലോ. കാണുന്നുണ്ട്. ആ, കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലാണുള്ളത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ടീച്ചിങ്, ടീച്ചിങ്ങിൻ്റെ ഡിഫറെൻറ്റ് നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ്, അഡ്വാൻറ്റേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടീച്ചിങ് പറഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു നിർത്തിയത് ലേണേഴ്സിനെ കുറിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് ലേണേഴ്സ്, എത്ര ടൈപ്പ് ഓഫ് ലേണേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ദെൻ ടീച്ചിങ് മെത്തേഡ്സുകൾ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സോട് കൂടെ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. താരതമ്യേന ചെറിയൊരു മൊഡ്യൂളാണ്. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര സിലബസ് പഠിച്ചാലും സിലബസിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. കൂടുതൽ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു PYQs നമ്മൾ കൂടുതൽ ചെയ്താലേ നമുക്ക് ടീച്ചിങ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം സിലബസ് ഒന്ന് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ലേണേഴ്സിനെ കുറിച്ചായിരുന്നു. ഒരുപാട് നമ്മൾ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ടീച്ചിങ്ങിൻ്റെ ക്ലാസ്സിന്. അപ്പോൾ നമ്മൾ ആരാണ് ലേണേഴ്സ് എന്ന് പറഞ്ഞു, ടീച്ചേഴ്സ് ആരാന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, ലേണേഴ്സിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരാളെയാണ് ടീച്ചർ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ എഫക്റ്റീവ് ആവണമെങ്കിൽ ടീച്ചറിൻ്റെ ഒരു എഫക്റ്റീവ്നെസ്സോട് മാത്രം എന്താവില്ല, ടീച്ചിങ് എഫക്റ്റീവ് ആവില്ല. അത് ലേണേഴ്സിൻ്റെ ഒരു പാർട്ടും കൂടെ ഉണ്ട്. നമ്മൾ പറഞ്ഞൊരു ഒരു പോയിന്റ് രണ്ട് സൈഡാണ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ളത്. അപ്പം ലേണിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യം പറയുന്നത്. ലേണേഴ്സ് ആരാ എന്നുള്ളതാണ്. ആരാണ് ലേണേഴ്സ്? ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അക്വിസിഷൻ ഓഫ് നോളജ് ഓർ സ്കിൽ ത്രൂ സ്റ്റഡി, എക്സ്പീരിയൻസ് ഓർ ബീങ് ടോട്ട്. എന്താണ് അക്വിസിഷൻ ഓഫ് നോളജ് ആണ്. നോളജ് അക്വയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ആ ഒരു നോളജ് അക്വയർ ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലേണർ എന്ന് പറയുന്നത്. ലേണർ എന്ന് പറയുന്നത് എന്താണ്, പേഴ്സൺ ഹു അക്വയർ ദ നോളജ്. നോളജ് അക്വയർ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ലേണർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടീച്ചർ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലേണേഴ്സിനെ കുറിച്ചും കൂടെ നമ്മൾ അറിയണം. എന്താണ് അവരുടെ കപ്പാസിറ്റി, എന്താണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ മെയിനായിട്ട് 4 ഹെഡിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലേണേഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, അക്കാദമിക് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇമോഷണൽ ആൻഡ് സോഷ്യൽ. ഇങ്ങനെ 4 ഫീച്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ 4 കാറ്റഗറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ലേണേഴ്സിൻ്റെ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് അധികം ചോദ്യം ചോദിക്കാറുണ്ട്. കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഒരു ടീച്ചർ ആ ടീച്ചറിന്റെ സ്റ്റുഡൻസിന്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയെ കുറിച്ച് അറിയണം. ഓക്കെ, കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിപരമായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ആണ്. ബുദ്ധിപരമായിട്ടുള്ള അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ എബിലിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് അവരുടെ മെമ്മറി, മെന്റൽ പ്രഷർ, അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇന്റലക്ച്വൽ സ്കില്ല്, അവരുടെ റിമെമ്പറിങ് പവർ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. നമ്മളൊരു ടീച്ചർ ആകുമ്പോൾ നമ്മൾ ആ സ്റ്റുഡൻസിന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കപ്പാസിറ്റിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ചില ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരുപാട് ഓപ്ഷൻ. അപ്പോൾ അതിൽ ഇന്റലക്ച്വൽ എന്ന് കണ്ടാൽ നമ്മൾ എന്താണ്, അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇന്റലക്ച്വൽ ആയിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഏതിൽ പറയുന്നത്,
കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. അപ്പോൾ ഒരു ലേണേഴ്സിന്റെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, ടീച്ചേഴ്സിന് അറിയണം. അവരുടെ ആ ഒരു പവർ എന്താണെന്നുള്ളത് ടീച്ചേഴ്സ് മനസ്സിലാക്കണം. രണ്ടാമത് എന്താണ്, അക്കാദമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ ഒരു ലേണേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലേണേഴ്സിന്റെ ലേണിംഗ് എളുപ്പമാകുന്നത് ഒന്ന് അവരുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ളതാണ്, രണ്ടാമത്തെ എന്താണ്, അക്കാദമിക് ആയിട്ടുള്ളതാണ്. അതായത് അവരുടെ എഡ്യൂക്കേഷൻ ടൈപ്പ്, എഡ്യൂക്കേഷൻ ലെവല്, അവരുടെ നോളജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഏത് ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലാണ് അവർ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ കേരള സിലബസ് പഠിച്ചവരുണ്ട്, CBSE പഠിച്ചവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, അക്കാദമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അതിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അക്കാദമിക് ആയിട്ടുള്ള അവരുടെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ എന്തിൽ പറയുന്നത്, അക്കാദമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതൊക്കെ ആ പേരിൽ തന്നെ ഉണ്ട്. കോഗ്നിറ്റീവ് മാത്രമേ നമുക്ക് കേൾക്കാത്തൊരു ടേം ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ആ നെയിമിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പറയാൻ പറ്റും. അക്കാദമിക് ഇമോഷണൽ ആയിട്ടുള്ള, അതായത് അവരുടെ ഒരു ഇമോഷണൽ സ്റ്റേജ് എന്താണ്, അവരുടെ മൂഡ് സ്വിങ്സ്, അവരുടെ ആങ്കർ, അവർക്ക് ചില കുട്ടികൾ എന്താണ് പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ടാവും, ചില എന്താണ് എത്ര പറഞ്ഞാലും ഒരു എഫക്റ്റീവ് ഇല്ലാത്തവരുണ്ടാവും. അപ്പൊ അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിന് എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. അത് ലേണേഴ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതെല്ലാം കൂടെ ടീച്ചറിന് അറിഞ്ഞാലേ അവിടെ ടീച്ചിങ്ങും ലേണിങ്ങും എന്താവുള്ളൂ, എഫക്റ്റീവ് ആവുള്ളൂ. ഒരു ടീച്ചറിന് ആ ടീച്ചിങ് ക്ലാസ് റൂമിലെ ആ ക്ലാസ് റൂമിലെ ഓരോ കുട്ടികളുടെയും ഈ വക കാര്യങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിട്ടുണ്ടാവണം. എന്നാലേ അവിടെ ടീച്ചിങ്ങും ലേണിങ്ങും എഫക്റ്റീവ് ആവുള്ളൂ. ടീച്ചിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നോളജ് കൊടുക്കുക, ലേണിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് പഠിച്ചെടുക്കുക എന്നല്ല. അതിൻ്റെ ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ ഫീച്ചേഴ്സ് ഒക്കെ എന്താണ്, അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. ദെൻ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് അവരുടെ മോറൽ ഇഷ്യൂസ്, മോറൽ വാല്യൂ, ഏത് കൾച്ചറിൽ നിന്ന് വന്നവരാണ്, റിലീജിയസ് ആയിട്ടുള്ളത്, കാസ്റ്റ് പരമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ലേണേഴ്സ് ആരാന്ന് പറഞ്ഞു, നോളജ് അക്യൂർ ചെയ്യുന്ന ആളുകളാണ് ലേണേഴ്സ് എന്ന് പറയുന്നത്. ഇനി ലേണേഴ്സിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. നാലായിട്ടാണ് നമ്മൾ പറയുന്നത്: കോഗ്നിറ്റീവ്, അക്കാദമിക്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലേണേഴ്സിന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കോഗ്നിറ്റീവ് എന്ന് പറയുന്നത്. അവരുടെ മെമ്മറി പവർ, അവരുടെ റിമെമ്പറിങ് പവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ കോഗ്നിറ്റീവിൽ പറയുന്നത്. അക്കാദമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടുകളാണ്, അവരുടെ എഡ്യൂക്കേഷൻ ലെവലാണ് എന്ത് അക്കാദമിക്കിൽ പറയുന്നത്. ഇമോഷണൽ എന്താണ്, അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള അവരുടെ മൂഡ് സ്വിങ്സ്, അവരുടെ സെൽഫ് കോൺഫിഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ഇമോഷനിൽ വരുന്നത്. ദെൻ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ഒരു എൻവയോൺമെന്റ് എങ്ങനെയാണ്, അവരുടെ കൾച്ചർ എങ്ങനെയാണ്, മോറൽ വാല്യൂസ് എങ്ങനെയാണ്, റിലീജിയസ് വാല്യൂസ് എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളാണ് എന്ത് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ലേണേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്: അഡോളസൻസ് ലേണേഴ്സ് ആൻഡ് അഡൽട്ട് ലേണർ. നമ്മുടെ സിലബസിൽ മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ടുള്ളത് അതാണ്. എന്താണ്, അഡോളസന്റ് ലേണേഴ്സിനെ കുറിച്ചും അഡൽട്ട് ലേണേഴ്സിനെ കുറിച്ചും. ഈ രണ്ട് ലേണേഴ്സിനെ കുറിച്ചും എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിരിക്കണം. കാരണം എന്താണ്, നമ്മൾ ചെറിയ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, നെറ്റ് എക്സാം എഴുതുന്നത്. അപ്പൊ നെറ്റ് എക്സാമിൽ ആ ഒരു നമ്മൾ കോളേജ് ലെവലിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ അവിടെ വരുന്ന രണ്ട് കാറ്റഗറീസ് ആണ് എന്ത്, അഡോളസന്റ് ലേണേഴ്സ് ആൻഡ് അഡൽട്ട് ലേണേഴ്സ്. ആരാണ് അഡോളസന്റ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അഡോളസന്റ് എന്ന് പറയുന്നത് എന്താണ്, 10 to 19 അല്ലെങ്കിൽ 12 to 19 ആ ഒരു ഏജ് കാറ്റഗറിയിൽ വരുന്ന ആളുകളെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. അഡോളസൻസ് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ 10 to 19 ഏജ് കാറ്റഗറിയുടെ ഇടയിൽ വരുന്ന ലേണേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡോളസൻസ് ലേണേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജിനെ കുറിച്ച് നമുക്കറിയാം. എന്താണ്, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്നും. ഓക്കെ, അഡൾട്ട് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ അഡോളസന്റ് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏജിൽ എന്താണ്, അവർ കൂടുതൽ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെൽഫ് ഡയറക്റ്റ് ആയിട്ട് അവർ നിൽക്കാൻ ചെയ്യുന്ന ഒരു, എന്താ പറയാ, പ്രവർത്തിക്കാൻ അവർ ഇഷ്ടപ്പെടുന്ന ഒരു ഏജാണ്. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണം. ഞാൻ ആരോ ആണ് സൊസൈറ്റിയിൽ, എനിക്കൊരു
റെക്കഗ്നിഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു വരുന്ന ഒരു ഏജ് ആണ് 10 to 19 എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ്, പാരന്റ്സിൽ നിന്നൊക്കെ വിട്ട് കുട്ടികൾ പിയർ ഗ്രൂപ്പിലേക്ക് മാറി കൂടുതൽ ഫ്രണ്ട്സിനെ ഓറിയന്റ് ചെയ്ത് പോകുന്ന ഒരു ടൈമാണ്. അപ്പൊ എന്താണ്, മോർ ഓട്ടോണമസ് ആൻഡ് സെൽഫ് ഡയറക്റ്റ്. അവരെന്താണ്, അവരിലേക്ക് ഒതുങ്ങിയിട്ട് അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പിലേക്ക് ഒതുങ്ങുന്ന ഒരു ടൈമാണ്. ഗോൾ ഓറിയന്റ് ആൻഡ് പ്രാക്ടിക്കൽ. അവരെന്താണ്, കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കും. ഗോൾ ഓറിയന്റ്, അവർക്കൊരു ഗോളൊക്കെ വരുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് എന്താണ്, ഈ 10 to 19 ആണ്. അതുപോലെ തന്നെ അവരെന്താണ്, കൂടുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്ന ഒരു ഏജ് ആണ്. അതുപോലെ തന്നെ ചാലഞ്ചിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് തറപ്പിച്ച് പറയുന്ന ഒരു ഏജ് ആണ്. അവർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് എന്ത്, 10 to 19 എന്ന് പറയുന്നത്. ദെൻ പിയറിന്റെ പിയേഴ്സിന്റെ ഇടയിൽ ഒരു റെക്കഗ്നേഷൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജ്, ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റേജിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡോളസെന്റ് ലേണേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ഇതുപോലെ തന്നെ അക്കാദമിക് ആയിട്ട്, ഇമോഷണലായിട്ട്, സോഷ്യലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അക്കാദമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ കൂടുതലായിട്ട് ചിന്തിക്കാനും കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും തുടങ്ങുന്ന ഒരു ടൈമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു ഏജാണ്. നമ്മൾ പറഞ്ഞിരുന്നു 3 ലെവൽസ് ഓഫ് ടീച്ചിങ്. അതിലൊരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് അവർ പോകുന്നത് എപ്പോഴാണ്, ഈ ഒരു അഡോളസെന്റ് ലേണിംഗിലാണ്. അതായത് റോഡ് ലേണിംഗ്, തരുന്നതൊക്കെ ബൈഹാർട്ട് ചെയ്യുക എന്നല്ലാതെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് അവർ ചിന്തിക്കുന്ന ഒരു ഏജാണ് എന്ത്, ഈ ഒരു അഡോളസെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാനും കൂടുതൽ അച്ചീവ്മെന്റ്സ് ഒക്കെ നേടാനുള്ള ഒരു ഇൻഡ്യൂഷൻ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്യൂരിയോസിറ്റി വരുന്ന ഒരു ഏജ് ആണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അതാണ് അവരുടെ ഒരു അക്കാദമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. അവരെന്താണ്, സോഷ്യലി ഒന്നും കൂടെ അറിയപ്പെടാന്, പിയർ ഗ്രൂപ്പിൽ ഒന്ന് അറിയപ്പെടാന്, പിയർ ഗ്രൂപ്പ് എങ്ങനെ നടക്കുന്നു അതുപോലെ നടക്കാനൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അവരെന്താണ്, അവരുടെ ഒപ്പമുള്ള ആളുകൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ കോളേജിൽ പാരന്റ്സിനെ കണ്ടിട്ടല്ല, അവരെന്താണ്, അവരുടെ പിയർ ഗ്രൂപ്പിനെ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ വളരാൻ തുടങ്ങുന്നത്. അപ്പൊ അവരൊരു റോൾ മോഡൽ ആക്കി എടുത്ത് അവർ വളരുന്ന ഒരു സ്റ്റേജാണ് എന്ത്, അഡോളസൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവർ കൂടുതലായിട്ട് ദേഷ്യപ്പെടാനും കൂടുതലായിട്ട് അവരുടെ ഒരു ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിക്കാനും അവർ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആണ്. അതുപോലെ ഓപ്പോസിറ്റ് സെക്സിനോട് അവർക്ക് അട്രാക്ഷൻ തോന്നാനൊക്കെ തുടങ്ങുന്ന ഒരു ടൈമാണ് എന്ത്, അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇത് ഈ ഒരു ഹെഡിങ്ങിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നു എന്നുള്ളൂ. അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി ഈ ഒരു ഭാഗം. ഓക്കെ. ദെൻ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്താണ്, അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് ഒക്കെ എന്ത് ചെയ്യും, അവരുടെ മെന്റൽ ഇതിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ് എന്ത്, അഡോളസൻസ് എന്ന് പറയുന്നത്. ദെൻ കോഗ്നേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ്, മോറൽ ഇഷ്യൂസ്, അവരെന്താണ് കൂടുതൽ സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇടപെടാൻ തുടങ്ങും, സോഷ്യലായിട്ട് അവർ തുടങ്ങും. അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ എന്താണ്, നമ്മുടെ ഏറ്റവും മെമ്മറി പവർ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ഒരു ടൈമാണ് എന്ത്, അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡോളസൻസ് അവരുടെ ഒരു അഡോളസൻസ് ലേണേഴ്സിന്റെ ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ഇത് ജസ്റ്റ് എന്താണെന്നൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. 10-19 വയസ്സിന്റെയും ഇടയിലുള്ള ലേണേഴ്സിനെയാണ് നമ്മൾ അഡോളസൻസ് ലേണേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ, ആ ടൈമിൽ അവരെന്താണ്, കൂടുതൽ സെൽഫ് സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്. അവരെന്താണ്, കൂടുതലായിട്ട് തിങ്കിങ് കപ്പാസിറ്റി, കോഗ്നിറ്റീവ് ആയിട്ട്, ഇന്റലക്ച്വൽ ആയിട്ട് അവർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് അവർ ജീവിക്കാനും തുടങ്ങുന്ന ഒരു ടൈമാണ് എന്ത്, അഡോളസൻസ് എന്ന് പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളാണെന്ന് അറിയാം, അഡൾട്ട് ലേണേഴ്സ് എന്ന് പറയുന്നത്. അഡൾട്ട് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 25 വയസ്സിന്റെ മുകളിലുള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡൾട്ട് ലേണേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിൽ പലരും എന്തായിരിക്കും, അഡൾട്ട് ലേണേഴ്സ് ആയിരിക്കും. ഞാൻ ഉൾപ്പെടെ എന്താണ്, അഡൾട്ട് ലേണേഴ്സ് ആണ്. നമ്മൾ എന്താണ്, ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ്, ഇനിയും കൂടുതൽ നമുക്ക് പഠിക്കണം, കൂടുതൽ റെക്കഗ്നിഷൻ വേണം, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തണം എന്ന് കരുതി നമ്മൾ പഠിക്കുന്നതാണ്. നമ്മളെയാണ് എന്തെന്ന് പറയുന്നത്, അഡൾട്ട് ലേണേഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ. അഡൾട്ട് ലേണേഴ്സിനെ കുറിച്ച് നമ്മളെ കുറിച്ച് തന്നെ ആലോചിച്ചാൽ മതി. നമ്മളൊരു അഡോളസെൻസിലാവുമ്പോഴും ഇപ്പോഴുള്ള നമ്മൾ ആ ഒരു ചേഞ്ചസിനെ കുറിച്ച് ഈ ഒരു ഭാഗം എടുക്കുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി. ഇതിൽ അക്കാദമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊരു കോളേജ് ലെവലായിരുന്നപ്പോഴും കോളേജ് കഴിഞ്ഞവരെ കുറിച്ചല്ല പറയുന്നത്, അല്ലാത്തവരെ കുറിച്ചാണ് പറയുന്നത്. എ എന്നാലും നോക്കിയാൽ മതി. ആ ഒരു ഏജിലും ഈ ഒരു ഏജിലും ഇല്ല നമ്മളൊരു അക്കാദമിക് കാപ്പബിലിറ്റി നോക്കിയാൽ മതി. എന്താണ് പറയുന്നത്? റിസൾട്ട് ഓറിയന്റഡ് ആണ്. നമ്മൾ കൂടുതൽ എന്താണ് റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമ്മളൊന്ന് സെറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് ചാലഞ്ചുകളൊന്നും ഏറ്റെടുക്കാൻ വയ്യ. നമ്മൾ ലെസ് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഏജ് ആണ് എന്ത് അഡൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അഡൾട്ട് ലേണേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? Is an individual typically 25 years older or older who actively engage in the learning process. ആക്റ്റീവ്ലി എൻഗേജ് ഇൻ ദ ലേണിംഗ് പ്രോസസ്. നമ്മളൊക്കെ ആരാണ്? അഡൾട്ട് ലേണേഴ്സ് ആണ്. നമ്മൾ എന്താണ് ആക്റ്റീവ്ലി എൻഗേജ് ചെയ്യുന്നത് ലേണിംഗ് പ്രോസസ്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. ഓക്കെ. ദെൻ മെനി അഡൾട്ട് പ്രിഫർ ടു ലേൺ ബൈ ഡൂയിങ് റാദർ ദാൻ ലിസണിങ് ടു ലെക്ചേഴ്സ്. നമുക്കറിയാം നമ്മൾ എന്താണ് ഒരു 25 വയസ്സ് കഴിഞ്ഞാലൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു കോളേജിൽ പോയി ഇരുന്ന് പഠിക്കാനൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ലെക്ചർ കേട്ട് പഠിക്കാനൊന്നും നമ്മൾ മുതിരില്ല. കൂടുതൽ ഡിസ്റ്റൻസ് ലേണിംഗ് ആ ഒരു രീതിയിലേക്കാണ് പോകുക. കാരണം എന്താണ്, നമ്മൾ വെറുതെ ലെക്ചർ കേട്ട് പഠിക്കല്ലാതെ എന്താണ് ഡൂയിങ്, നമ്മൾ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ദെൻ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് ഡയറക്ടർ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്ന ആളുകളാണ്. നമുക്ക് റെസ്പെക്റ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അഡൾട്ട് ലേണേഴ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അവരുടെ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട് എന്താണ്, നമ്മൾ കൂടുതൽ കൺട്രോൾ ആയിരിക്കും. അഡോളസൻസിനെ അപേക്ഷിച്ച് നമ്മൾ എന്താണ് കൂടുതൽ സെൽഫ് കൺട്രോൾ ഉള്ള ആളുകളായിരിക്കും. നമ്മുടെ ഒരു ഏജും ഫിസിക്കൽ ആട്രിബ്യൂഷനൊക്കെ എന്താണ് നമ്മളെ ലേണിങ്ങിനെ ബാധിക്കും. ഓക്കെ. നമ്മുടെ കോഗ്നേറ്റീവ് പവർ എന്ത് ചെയ്യും? കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു അഡോളസൻസ് ആയതിനേക്കാൾ എന്താണ് നമ്മളെ ബ്രെയിൻ എന്താണ് ലെസ് ആക്റ്റീവ് ആയിരിക്കും നമ്മളൊരു അഡൾട്ട് ആവുമ്പോൾ. ദെൻ ഓട്ടോണമസ് ആൻഡ് സെൽഫ് ഡയറക്ടർ ഓൾറെഡി നമ്മൾ എന്തായിട്ടുണ്ടാവും, യെസ് ആയിട്ടുണ്ടാവും. പറയൂ. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹലോ. അഡൾട്ട് ആൻഡ് അഡോളസൻസ് ലേണേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ആ ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രമേ അതിനെ കുറിച്ച് പറയുന്നുള്ളൂ. ആരാണ് അഡോളസെന്റ്, ഹലോ. ആരാണ് അഡൾട്ട് ലേണർ എന്ന് അല്ലല്ലോ പറയുന്നത്. നമ്പർ 1. ഇനി പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, ഓരോ ഇൻഡിവിജ്വലും എന്താണ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അഡൾട്ട് ലേണർ ഡിഫറെന്റ് ആണ്, അഡോളസെന്റ് ലേണർ ഡിഫറെന്റ് ആണ്. ഇതുപോലെ തന്നെയാണ് എന്ത് ഓരോ ഇൻഡിവിജ്വലും എന്താണ് ഡിഫറെന്റ് ഫീച്ചേഴ്സിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ്. മെയില് ഡിഫറൻസ് ആണ് ചില കാര്യങ്ങളിൽ, ഫീമെയില് ഡിഫറൻസ് ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരുന്നത്? ഇന്റലിജൻസിൽ ഉണ്ടായിരിക്കാം, ഫിസിക്കൽ കണ്ടീഷൻ, ആപ്റ്റിറ്റ്യൂഡ്, മെന്റൽ ആപ്റ്റിറ്റ്യൂഡിൽ ഉണ്ടായിരിക്കാം, എഫേർട്ട് മേക്കിംഗ് കപ്പാസിറ്റി, ജെൻഡർ, ഏജ്, ദെൻ എൻവയോൺമെന്റ്, നമ്മൾ വളർന്ന സാഹചര്യം, ദെൻ കമ്മ്യൂണിറ്റി എൻവയോൺമെന്റ്, നമ്മളെ റിലീജിയസ് ആയിട്ടുള്ള നമ്മളെ സോഷ്യൽ ആയിട്ടുള്ള എൻവയോൺമെന്റ്, ദെൻ സ്കൂൾ, നമ്മൾ പഠിച്ച ഡിഫറെന്റ് സ്കൂള് ഡിഫറെന്റ് സ്റ്റുഡൻസിന് എന്തായിരിക്കും ഇമ്പാക്ട് നൽകിയിട്ടുണ്ടായിരിക്കുക, ഡിഫറെന്റ് ആയിട്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മളെ എഫക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ലേണേഴ്സിനെ കുറിച്ചിട്ടാണ്. അഡോളസെന്റ് ലേണേഴ്സ് ആരാണ്, അഡൾട്ട് ലേണേഴ്സ് ആരാണ് എന്ന് പറഞ്ഞു. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു. ഇത് PYQ 1997 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ ടീച്ചർ വിൽ ബിക്കം ആൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ. ഒരു ടീച്ചർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആവുക എപ്പോഴാണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കൂ. ഹി യൂസസ് ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ്. എന്താണ് ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള ഫെസിലിറ്റീസ്? അതെന്താന്നുള്ളത് നമ്മൾ മുന്നിൽ പറയുന്നുണ്ട്. അതായത് എന്താണ്, നമ്മൾ ക്ലാസ്സിലുള്ള ഇപ്പൊ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു ചാർട്ട് യൂസ് ചെയ്തു, ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് എന്ത് നമ്മൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആവുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത് എന്താണ് പറയുന്നത്? He helps students get meaning out what he teaches. Then third one, he asks a question in between teaching. He helps the students to get correct answer to the questions on the topic. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ടീച്ചർ എപ്പോഴാണ് എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റർ ആവുക എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ ആൻസർ? എല്ലാം ആൻസർ ആണ്, പക്ഷെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഇതിലേതാണ്? ആരെങ്കിലും ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ പറയും. സി ആണോ?
ബി ആണോ? ബി ആണോ? അതായത് എന്താണ് സ്റ്റുഡൻസ് ഓപ്ഷൻ ബി ആണ്. എന്താണ് അയാൾ പഠിപ്പിക്കുന്നത് എന്താണോ അതിൽ നിന്നും കറക്റ്റ് മീനിങ് എടുക്കാൻ വേണ്ടി കുട്ടികളെ സഹായിക്കുകയാണ്. ഇത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ടീച്ചിങ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ജസ്റ്റ് പ്രോസസ് അല്ലാതെ മെന്റലി ഇമോഷണലിയും കൂടി എന്തായിരിക്കും അറ്റാച്ച്ഡ് ആയിരിക്കും. ആ ഒരു രീതിയിൽ വേണം നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യാൻ. ഇവിടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് നോക്ക്. An effective teacher will ensure cooperation among his students, laissez-faire role, competition among students, competition or cooperation as the situation demand. ഏതായിരിക്കും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ? ബി. ലേസിസ്-ഫെയർ റോൾ എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുന്ന ഒരു സ്റ്റേജാണ്. കോപ്പറേഷൻ എമംഗ് സ്റ്റുഡൻസ്, അവരുടെ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു കോപ്പറേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ എഫക്റ്റീവ് ടീച്ചറാണ്. ലേസിസ് ഫെയർ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളുടെ ഇടയിൽ അവരിൽ ഒരാളായിട്ട് നിൽക്കുക. അതായത് അവർ പറയുന്നതിനൊക്കെ നിന്ന് അവരുടെ മേലെ ഒരു കൺട്രോൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. ഇത് കോമ്പറ്റീഷൻ എമംഗ് സ്റ്റുഡൻസ്, കുട്ടികളുടെ ഇടയിൽ എന്ത് ആസ് എ സിറ്റുവേഷൻ ഡിമാൻഡ്, സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക, കോമ്പറ്റീഷൻ ആണോ കോപ്പറേഷൻ ആണോ വേണ്ടത് എന്നുള്ളത് അതിനനുസരിച്ച് ചെയ്യുക. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി ആണോ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്താണ്? സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം, കുട്ടികളുടെ ഇടയിൽ എന്താണ് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എപ്പോഴും കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അവരുടെ ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം, കോമ്പറ്റീഷനും കോപ്പറേഷനും ഉണ്ടാക്കുന്ന ഒരു ടീച്ചറെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫക്റ്റീവ് ടീച്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ purpose or process of adjustment is to bring about the state of equilibrium in the life of individual is more specific. അതായത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുക. ആ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും ചോദിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഏത് സ്റ്റേജിലാണ് പർപ്പസ് ഓഫ് പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ഈസ് ടു ബ്രിങ് അബൌട്ട് എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. അതായത് ഇൻഡിവിജ്വൽസിന് എന്താണ് അവരുടെ ലൈഫിൽ കൂടുതലായിട്ടൊരു ഇക്വിലിബ്രിയം കൊണ്ടുവരാൻ എന്തിന്റെ ഇടയിൽ, അഡ്ജസ്റ്റ്മെന്റ് ഈസ് ടു ബ്രിങ് അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഇൻ ദ ലൈഫ് ഓഫ് ഇൻഡിവിജ്വൽ ഈസ് മോർ സ്പെസിഫിക്. ഏറ്റവും കൂടുതലായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഏത് ഇതിലായിരിക്കും, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലായിരിക്കും. അതായത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ചെടുക്കുക എന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാന്ന് നോക്കിയാൽ മതി, കോഗ്നിറ്റീവ് ആണ്. ഇമോഷണലി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും എന്തല്ല ശരിയാവില്ല. സോഷ്യൽ ഏതൊരു ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്താലാണ് നമ്മൾ കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അത് നോക്കിയാൽ മതി. കോഗ്നിറ്റീവ് ആണ്, ഇന്റലക്ച്വൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇത് നമ്മൾ പഠിച്ചതിലൊന്നും ഇല്ല, പക്ഷെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നതിലും ഇല്ല. പക്ഷെ എന്താണ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അറേഞ്ച് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ് ഇൻ എ ലോജിക്കൽ ഓർഡർ. ഒരു ക്ലാസ് റൂമിൽ പോയിട്ട് ടീച്ചർ എടുക്കുന്ന കാര്യങ്ങളെ ഒരു ഓർഡറിലാക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ്? അനാലിസിസ് ഓഫ് വർക്ക് ഡൺ, പ്ലാനിങ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് മെറ്റീരിയൽ, മോഡിഫിക്കേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഒരു ക്ലാസ് റൂം ടീച്ചിങ്ങിൽ ഒരു ടീച്ചർ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഏതാണ്, രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് ഏതാണ്, അത് ഓർഡറിലാക്കാനാണ് പറയുന്നത്. ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. പോരട്ടെ, ആൻസറുകൾ പോരട്ടെ. എന്താണ് ആദ്യം നമുക്ക് വേണ്ടത്? എന്താണ്? പ്ലാനിങ് ആണ് അല്ലേ?
ആദ്യം നമുക്ക് എന്ത് വേണം? പ്ലാനിങ് വേണം ആൻഡ് പ്രസന്റേഷൻ. പ്ലാനിങ് വേണം, പ്രസന്റേഷനും വേണം. പിന്നെന്താണ്? നമ്മൾ മെറ്റീരിയൽ എന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യണം അല്ലേ? ദെൻ പ്രസന്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അത് അനാലിസിസ് ചെയ്യണം. ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുക. ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് എന്താണ്, കോഗ്നിറ്റീവ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ടീച്ചർ ആരാന്ന് പറഞ്ഞു, ടീച്ചേഴ്സിന്റെ ടീച്ചിങ്ങിന്റെ ഡിഫറെന്റ് ലെവൽസ് പറഞ്ഞു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു, നാച്ചുറൽ പറഞ്ഞിരുന്നു. ദെൻ നമ്മൾ ലേണേഴ്സ് ആരാന്ന് പറഞ്ഞു, 2 ടൈപ്പ് ഓഫ് ലേണേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ടീച്ചിങ് മെത്തേഡുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുമാണ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്? സപ്പോർട്ട് മെറ്റീരിയൽ, ഇൻസ്ട്രക്ഷൻ ഫെസിലിറ്റീസ്, ലേണിംഗ് എൻവയോൺമെന്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു സപ്പോർട്ട് മെറ്റീരിയൽ. ഓക്കെ, എന്താണ് സപ്പോർട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? ഒരു ടീച്ചറിനെ ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? സപ്പോർട്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് ചെന്നു, ആ ക്ലാസ്സിൽ ചെന്ന് ക്ലാസ്സിലെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും, ബോർഡിൽ എഴുതാൻ വേണ്ടി കയ്യിലൊരു ചോക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ചോക്കും ബ്ലാക്ക് ബോർഡും എന്താണ്? ഒരു സപ്പോർട്ട് മെറ്റീരിയൽ ആണ്, ഒരു ടീച്ചിങ് എയ്ഡ് ആണ്. ടീച്ചിങ്ങിന് വേണ്ടി സഹായിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ സപ്പോർട്ട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ടൂൾ ദാറ്റ് വിൽ ഇംപ്രൂവ് സ്റ്റുഡൻസ് അച്ചീവ്മെന്റ് ബൈ ഇംപ്രൂവിംഗ് ദ കപ്പാസിറ്റി ഓഫ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന്റെ കപ്പാസിറ്റി കൂടി ലേണിംഗ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സപ്പോർട്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിലൊക്കെ ടീച്ചിങ് എയ്ഡ് ആയിട്ട് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ICT മെറ്റീരിയൽസ് ആണ്. പണ്ട് നമ്മൾ ചാർട്ടുകളൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ എന്താണ്? നമ്മൾ ICT മെറ്റീരിയൽസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സപ്പോർട്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ടീച്ചിങ് എയ്ഡുകളാണ്. ഓക്കെ, ഈ 2 ടേമും സൈമൾട്ടേനിയസ് ആയിട്ട് യൂസ് ചെയ്യും. ഇനി എന്താണ് ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്? ഈ ഒരു ഇൻസ്ട്രക്ഷൻ, ടീച്ചിങ് ബേസിക് ഇൻസ്ട്രക്ഷൻ മെത്തേഡ്സുകൾ ഉണ്ട്. അതായത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് ഫെസിലിറ്റീസ് പോലെ തന്നെയാണ് ടീച്ചിങ് എയ്ഡുകൾ തന്നെയാണ് എന്ത്? ഇൻസ്ട്രക്ഷൻ ഫെസിലിറ്റീസിൽ പറയുന്നത്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് എഫക്റ്റീവ് ആവാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ആണ് എന്ത്? ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അത് റിസോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ ഒരു LCD TV, ഇതൊക്കെ എന്താണ്? ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് തന്നെയാണ്. അതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ആണ്. ഇപ്പൊ ഒരു ക്യാമ്പസിൽ നമ്മൾ എന്താണ്? ഫ്രീ വൈഫൈ കൊടുത്തു, അതെന്താണ്? ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ് ആണ്. ഓക്കെ, ടീച്ചിങ് എയ്ഡ് എന്താന്ന് നമ്മൾ പറഞ്ഞു, ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ സപ്പോർട്ട് മെറ്റീരിയൽ ആണ്. ഇനി ഒബ്ജക്റ്റ് ഓർ ഡിവൈസ് യൂസ്ഡ് ബൈ ദ എഡ്യൂക്കേറ്റേഴ്സ് ടു സപ്പോർട്ട് ലേണിംഗ് ബൈ ടീച്ചിങ് എഫക്റ്റീവ് ആവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ടീച്ചിങ് എയ്ഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഫെസിലിറ്റീസ്, സപ്പോർട്ട് മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത്. ഇനി ലേണിംഗ് എൻവയോൺമെന്റ് ആണ്. നമ്മളൊരു ലേണിങ്ങിന്റെ എൻവയോൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ ഓരോ പോയിന്റ് ആയിട്ടാണ് സിലബസിൽ പറയുന്നത്. അപ്പൊ ആ പോയിന്റുകൾ മാത്രം നമ്മൾ പറഞ്ഞു പോവാണ്. ഓക്കെ, ലേണിംഗ് എൻവയോൺമെന്റ്, ലേണിംഗ് എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലേണിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ താഴെ പറയുന്നത്. ക്ലാസ് റൂം എൻവയോൺമെന്റ്. ക്ലാസ് റൂം എൻവയോൺമെന്റ് എപ്പോഴും എന്തായിരിക്കണം? ഒരു ഡീസന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം. ഒരു ടീച്ചർ ക്ലാസ്സിൽ വരികയാണ്, ആ ക്ലാസ് റൂമിലെ കുട്ടികളെല്ലാം എന്താണ്? ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കാണ്. ടീച്ചർക്ക് ഒരു അക്ഷരം പോലും പറയാൻ പറ്റുന്നില്ല, പറയുന്നതൊന്നും ആരും കേൾക്കുന്നില്ല. അവിടെ ഒരു എഫക്റ്റീവ് ടീച്ചിങ്ങും നടക്കുന്നില്ല, ഒരു എഫക്റ്റീവ് ലേണിംഗ് നടക്കുന്നില്ല. അപ്പോൾ ക്ലാസ് റൂം എൻവയോൺമെന്റ് എഫക്റ്റീവ്സിൽ ഒരു ഇമ്പോർട്ടന്റ് റോള് ഒന്നാണ് എന്ത്? സ്റ്റുഡൻസിന്റെയും സോഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്തിനെ എഫക്ട് ചെയ്യും എന്നാണ് പറയുന്നത്? ലേണിങ്ങിനെ
എഫക്ട് ചെയ്യും. ഇപ്പോ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു ക്ലാസ്സിൽ തന്നെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റും ഉണ്ട്, വളരെ പുവർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റും ഉണ്ട്. അപ്പൊ അവരുടെ രണ്ടുപേരുടെയും എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറെന്റ് ആണ്. അപ്പൊ അവരുടെ ലേണിംഗ് എബിലിറ്റീസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള, കോഗ്നേറ്റീവ് ആയിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു എല്ലാ ഡിഫറൻസിനെയും കൺക്ലൂഡ് ചെയ്തുകൊണ്ട്, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരേപോലെ കൊണ്ടുപോവുക എന്നുള്ളതാണ് എന്ത്? ഒരു ബെറ്റർ ആയിട്ടുള്ള ക്ലാസ് റൂം എൻവയോൺമെന്റിന് വേണ്ടിയിട്ട് ടീച്ചർ ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്? സോഷ്യൽ എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് സ്റ്റുഡൻസിനെയും എഫക്ട് ചെയ്യും, ടീച്ചേഴ്സിനെയും എഫക്ട് ചെയ്യും. ടീച്ചേഴ്സിന്റെ സാലറി ഇപ്പൊ കൊടുക്കുന്നതിനേക്കാൾ കുറയാണെങ്കിൽ ആ ടീച്ചറിന്റെ മൊറയിൽ ഒന്ന് കുറയും, ഇല്ലേ? ഇതുവരെ കിട്ടിയതിൽ നിന്നും ഒന്ന് കുറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ടീച്ചർക്ക് എന്താണ്? എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് റൂം എൻവയോൺമെന്റ് ലേണിങ്ങിനെ എഫക്ട് ചെയ്യും. സോഷ്യൽ എക്കണോമിക് ഫാക്ടർ എന്ത് ചെയ്യും? അവരെ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് എക്സ്പെക്ടേഷൻസ്. നമുക്കറിയാം, ഈ പാരന്റ്സിന് സ്റ്റുഡൻസിന്റെ മേലെ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അത് ഹൈ എക്സ്പെക്ടേഷൻ ആവുമ്പോൾ, സ്റ്റുഡൻസിനെ കൊണ്ട് ആ ഒരു എക്സ്പെക്ടേഷൻ എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ എക്സ്പെക്ടേഷൻ എന്താണ്? അവർക്കൊരു നൈറ്റ്മെയർ ആയിട്ട് മാറും. അവരെ ഡിപ്രഷൻ സ്റ്റേജിലേക്കും മെന്റൽ പ്രഷറിലേക്കും എന്ത് ചെയ്യും? കൊണ്ടുപോകും. അപ്പൊ ഈ പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ടീച്ചറിന്റെ സ്റ്റുഡന്റിന്റെ മേലുള്ള എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നതാണ് ലേണിംഗ് കോളേജ് അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് ആൻഡ് ലേണിംഗിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടീച്ചറിന്റെ ഒരു മെത്തേഡിനെ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പോളിസിയെ ടീച്ചർ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എഫക്റ്റീവ് ലേണിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് എന്താണ്? വളരെ വളരെ കുറവാണ്. അപ്പൊ ഒരു ലേണിംഗ് എൻവയോൺമെന്റ്, ഒരു ബെറ്റർ ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെന്റ് വേണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാൻ കഴിയണം. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സപ്പോർട്ട് മെറ്റീരിയൽസ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു, ടീച്ചിങ് എയ്ഡ്സ് എന്താന്നുള്ളത് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ ടീച്ചിങ് എയ്ഡുകളൊക്കെ. അതാണ് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ദെൻ ലേണിംഗ് എൻവയോൺമെന്റ് പറഞ്ഞു. ഒരു ലേണിംഗ് എൻവയോൺമെന്റിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ലേണിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ ക്ലാസ് റൂം എൻവയോൺമെന്റ് നന്നായിരിക്കണം. സോഷ്യൽ എക്കണോമിക് ഫാക്ടേഴ്സ് ഓഫ് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ബാലൻസ്ഡ് ആയിരിക്കണം, ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോകാൻ പറ്റണം. ഹൈ എക്സ്പെക്ടേഷൻസ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഒരു ഹൈ എക്സ്പെക്ടേഷൻ എന്ത് ലേണിങ്ങിനെ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പോളിസി എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. ഇനി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്. ഇനി നമ്മൾ വീണ്ടും എന്തിലേക്ക് തന്നെ വരികയാണ്? ടീച്ചിങ്ങിലേക്ക് തന്നെ നമ്മൾ വരികയാണ്. നമ്മൾ രണ്ട് ടീച്ചിങ് മോഡലുകൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ആൻഡ് സ്റ്റുഡന്റ് സെന്റേർഡ് മെത്തേഡ്. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഒന്നും കൂടെ പറയണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡ്. മേജർ ആയിട്ട് നമ്മൾ 4 ടീച്ചിങ് മെത്തേഡുകളാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 2 മെത്തേഡുകളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടീച്ചർ സെന്റേർഡ് മെത്തേഡ്. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? എന്താണ് ടീച്ചർ സെന്റേർഡ് മെത്തേഡ്? ഈ ഒരു മെത്തേഡില് അതോറിറ്റി എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? ടീച്ചറിന്റെ കയ്യിലാണ്. ആ ഒരു ക്ലാസ് റൂം ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്നത്, ഒരു ഓട്ടോക്രാറ്റിക് പവറോട് കൂടെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ടീച്ചറാണ്. നമ്മൾ ടീച്ചർ സെന്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ലെക്ചർ മെത്തേഡ്. കോളേജിൽ ഒക്കെ നമ്മൾ ലെക്ചറിങ് എന്നാണ് പറയുക. ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് എന്ത് ചെയ്യാണ്? നമ്മൾ കണ്ടന്റ് ഡെലിവറി നടത്തുകയാണ്. അതിനെയാണ് നമ്മൾ ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിലെന്താണ്? ലേണേഴ്സിന്റെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഇല്ല, ക്ലോസ്ഡ് എൻഡഡ് ആണ്, അല്ലെ? എന്താണ്? അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല. ടീച്ചർ എടുത്തു കഴിഞ്ഞാൽ ടീച്ചർ ചോദിക്കും, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ കുട്ടികൾ ആരും എന്ത് ചെയ്യില്ല, ഒന്നും മിണ്ടില്ല. ചോദിക്കുകയാണെങ്കിൽ അവിടെ പിന്നീട് ഒരു ആക്റ്റീവ് ഇന്ററാക്ഷൻ നടന്നു എന്ന് പറയാം. അപ്പൊ ടീച്ചർ സെന്റേർഡ് മെത്തേഡിനെയാണ് പെഡഗോജിക്കൽ മോഡൽ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എന്ത്? ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് എന്ത്? ലേണർ സെന്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ആൻഡ്രാഗോജിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്?
ലേണേഴ്സ് എന്ത് ചെയ്യും? സെൽഫ് കാപ്പബിൾ ആണ്. ലേണേഴ്സിന് നമ്മൾ സ്പൂൺ ഫീഡിങ് നടത്തേണ്ട കാര്യമില്ല. ടീച്ചർ സെന്ററിൽ എന്താണ് സ്പൂൺ ഫീഡിങ് നടത്തേണ്ട ആവശ്യമുണ്ട്. ഇവിടെ എന്താണ് ലേണേഴ്സ് എന്ന് പറയുന്നത് സെൽഫ് ഓറിയന്റഡ് ആണ്. ഇവിടെ ടീച്ചർ എന്താണ് ഒരു മെന്ററിന്റെ സ്ഥാനത്ത് മാത്രമാണ്. ടീച്ചറിന് കാര്യങ്ങൾ അവരെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ള ഒരു റോള് മാത്രമേ ഉള്ളൂ. ഡിസ്കഷൻ മെത്തേഡ് ഒക്കെ എന്താണ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഇത് രണ്ടും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇനി പറയാനുള്ളതാണ് എന്ത്? കണ്ടന്റ് ഫോക്കസ്ഡ് മെത്തേഡ്. ഇവിടെ എന്താണ് ടീച്ചറിനെ അല്ല ലേണേഴ്സിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് പഠിപ്പിക്കുന്ന കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കണ്ടന്റ് ഫോക്കസ്ഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് ആർക്കാണ്? മെറ്റീരിയൽ ബീങ് ടോട്ട്. നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ആ ഒരു കണ്ടന്റിനാണ് എന്ത് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ആ കണ്ടന്റ് പ്രോപ്പർ ആയിട്ട് സ്റ്റുഡൻസിലേക്ക് എത്തിയോ, അതാണ് എന്ത് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് മോഡലാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞു ടീച്ചർ സെന്റേർഡ് മെത്തേഡാണ്. രണ്ടാമത്തേത് സ്റ്റുഡൻറ് സെന്റേർഡ് മെത്തേഡാണ്. മൂന്നാമത്തേത് കണ്ടന്റ് ഫോക്കസ്ഡ് മെത്തേഡാണ്. എല്ലാം ആ പേരിൽ തന്നെ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് എന്താണ് പാർട്ടിസിപ്പേറ്റീവ് അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് മെത്തേഡാണ്. ഇവിടെ എന്താണ് സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിൽ എന്താണ് നല്ലൊരു ഇന്ററാക്ഷൻ ഉണ്ട്, ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. രണ്ടുപേരും എന്താണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് അതിനനുസരിച്ച് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എഫക്റ്റീവ് ആവുന്ന ഒരു മെത്തേഡാണെന്ത് ഇന്ററാക്റ്റീവ് ഓർ പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റുഡൻസും ടീച്ചേഴ്സും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇന്ററാക്റ്റീവ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡുകളാണ് പറഞ്ഞത്. ലേണർ സെന്റേർഡ് മെത്തേഡ്, ടീച്ചർ സെന്റേർഡ് മെത്തേഡ്, കണ്ടന്റ് ഫോക്കസ്ഡ് മെത്തേഡ് ആൻഡ് ഇന്ററാക്റ്റീവ് ഓർ പാർട്ടിസിപ്പേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊന്നും കൂടുതലായിട്ട് പറയാനില്ല. ഇനി നമ്മളതിൽ പറഞ്ഞ മെത്തേഡുകളിൽ പറഞ്ഞതിനെ ഒന്നും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനെ ഒന്നും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. അതിൽ പറയുന്നതാണ് ലെക്ചർ മെത്തേഡ്. ലെക്ചർ മെത്തേഡ് എന്നൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, താഴെ പറയുന്നത് ഏതൊക്കെയാണ് ലെക്ചർ മെത്തേഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തരും, എന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡ് ആണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പൊ എന്താണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്? ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ആണ്. ഇവിടെ ആർക്കാണ് അതോറിറ്റി എന്ന് പറയുന്നത്? ടീച്ചറിനാണ്. ടീച്ചർ ക്ലാസ് ഫുള്ള് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ഓട്ടോക്രാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ത് ടീച്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റൊരു പേരാണെന്ത് എക്സ്പോസിറ്ററി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എക്സ്പോസിറ്ററി മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ജസ്റ്റ് ഒരു കണ്ടന്റ് ഡെലിവറി മാത്രമേ നടക്കുന്നുള്ളൂ. ഇൻസ്ട്രക്ടർ ഡെലിവർ ദ ഇൻഫോർമേഷൻ ത്രൂ സ്പോക്കൺ ഡിസ്കോഴ്സ്. എന്താണ് ഒരു ക്ലാസ്സിൽ ചെന്ന് ലെക്ചർ സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് ടീച്ചർ എന്ത് ചെയ്യാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു ലാർജ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, കൂടുതൽ സ്റ്റുഡൻസിന്റെ ലേണേഴ്സിന്റെ ഒരു ഗ്രൂപ്പിനെ ആയിരിക്കും എന്ത് ലെക്ചറിങ് നമ്മൾ നടത്തുക. ഇറ്റ് ഈസ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ടീച്ചർ മാത്രമാണ് എന്ത് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്, അവരെന്ത് ചെയ്യാണ് ജസ്റ്റ് കേട്ട് നിൽക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, പ്രിൻസിപ്പിൾസ്, തിയറികൾ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് ലെക്ചർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കണം, എന്ത് മെത്തേഡിനാണ് നമ്മൾ ലെക്ചർ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞത് ഡിസ്കഷൻ മെത്തേഡ് ആയിരുന്നു അല്ലെ? എന്താണ് ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഇപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പോയിട്ട് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ളൊരു ടോപ്പിക് എടുക്കാൻ വേണ്ടി ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ടീച്ചിങ് ആൻഡ് ലേണിങ്ങിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ എഫക്റ്റീവ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ ഫിസിക്കലി ഒരു സ്ഥലത്ത് പ്രസന്റ് ആയിട്ട് 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഞാൻ പറയണത്, നിങ്ങൾ ഒരു ഗ്രൂപ്പ് ടീച്ചിങ്ങിനെ കുറിച്ച് പറയണം, മറ്റൊരു ഗ്രൂപ്പ് എന്താണ് ലേണിങ്ങിനെ കുറിച്ച് പറയണം. അപ്പൊ നിങ്ങൾ 2 ഗ്രൂപ്പ് എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിന്റെ കുറച്ച് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആരാണോ ബെറ്റർ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത് അവർക്കൊരു പ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പൊ ഈ ഒരു ഫോളോ ചെയ്യുന്ന മെത്തേഡിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് എന്തായിരിക്കും, ലേണേഴ്സിന് എന്തായിരിക്കും ക്യൂരിയോസിറ്റി ഉണ്ടാവും. അവര് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും, കൂടുതൽ ഐഡിയാസും പോയിന്റുകളും വരാൻ തുടങ്ങും.
അപ്പൊ ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാർട്ടിസിപ്പേറ്റീവ് അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് മെത്തേഡ് ആണ് എന്ന് പറയാം. ഓക്കെ, കുട്ടികൾ എന്താണ് അല്ലെങ്കിൽ ലേണേഴ്സ് എന്താണ് മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിലേക്ക് കേൾക്കുകയും അവരുടെ ഐഡിയാസും ഒപ്പീനിയൻസും എന്ത് ചെയ്യും, അവർ പറയും. ദെൻ അവരെന്ത് ചെയ്യും, അത് ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യും. കുട്ടികൾ ഇവിടെ എന്തായിരിക്കും, സെൽഫ് ഓറിയന്റഡ് ആയിരിക്കും. നമ്മൾ അവർക്കൊന്നും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇല്ല, ഒരു ടോപ്പിക് അല്ലാതെ ബാക്കിയെല്ലാം അവരെന്താണ് സെൽഫ് ഓറിയന്റഡ് ആയിട്ട് അവർ സെൽഫ് ലേണേഴ്സ് ആയി മാറുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇവിടെ എന്താണ്, ലേണിംഗ് ഈസ് മോർ എഫക്റ്റീവ് ആണ്. ഒരാൾ പറഞ്ഞു കൊടുത്ത് കേൾക്കുന്നതിനേക്കാൾ അവർ സ്വയം കണ്ടെത്തി പഠിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ലേണിംഗ് ഈസ് മോർ എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ റോട്ട് ലേണിംഗ് എന്താന്നുള്ളത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യല്ലാതെ ആ കാര്യങ്ങൾ എന്ത് ചെയ്യും, അവരുടെ മനസ്സിൽ ഒന്നുകൂടെ നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതെന്താണ്, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി കൂട്ടും എന്നാണ് പറഞ്ഞത്. അപ്പൊ ലെക്ചറിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ഒരു കണ്ടന്റ് ഡെലിവറി മാത്രമാണ്. പക്ഷെ ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികളെ ഗ്രൂപ്പ് ആക്കിയിട്ട് അവർക്കിടയിൽ ഡിസ്കസ് ചെയ്ത് അവരിലെ ഐഡിയാസ് ആൻഡ് വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ട്യൂട്ടോറിയൽ മെത്തേഡാണ്. ട്യൂട്ടോറിയൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലെക്ചറിങ് മെത്തേഡ് പോലെ തന്നെയാണ്. പക്ഷെ എന്താണ്, ഒരു സ്മാൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സ്റ്റുഡന്റിന് വേണ്ടി നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ട്യൂട്ടോറിയൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എംപ്ലോയ്ഡ് ഫോർ ടീച്ചിങ് സ്മാൾ ഗ്രൂപ്പ് ഫോർ ഡെവലപ്പിംഗ് സ്കിൽ ഫോർ സോൾവിങ് ന്യൂമറിക്കൽ പ്രോബ്ലം ആൻഡ് എന്താണ്, ഒരു സ്റ്റുഡന്റിന് മാത്രം അല്ലെങ്കിൽ ഒരു സ്മാൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് മാത്രം ക്ലാസ് എടുത്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്യൂട്ടോറിയൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ വരുന്നതാണ് കേട്ടോ ഈ പോയിന്റുകളൊക്കെ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പാനൽ. പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ടൈപ്പ് ഓഫ് ടീച്ചിങ്ങിൽ ഒരു എക്സ്പേർട്ട് പാനൽ ഉണ്ടാവും. അതായത് ഒരു അഞ്ചോ എട്ടോ ആളുകളുടെ ആ ഒരു സബ്ജക്റ്റില് എക്സ്പേർട്ട് ആയിട്ടുള്ള അഞ്ചോ എട്ടോ ആളുകൾ ഉണ്ടാവും. അവരൊരു പാനൽ ആയിരുന്നിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ ഐഡിയാസ് ആൻഡ് അവരുടെ നോളജ് എന്ത് ചെയ്യും, ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാനൽ എന്ന് പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് 6 to 8 പേഴ്സൺ, 6 മുതൽ 8 വരെയുള്ള ആളുകളില്ല ഒരു ഗ്രൂപ്പ് ആയിരിക്കും. അവർ എക്സ്പേർട്ട് ആയിരിക്കും. ദേ ക്യാരി ഓൺ എ ഗൈഡഡ് ആൻഡ് ഇൻഫോർമൽ ഡിസ്കഷൻ ബിഫോർ ആൻ ഓഡിയൻസ്. ഒരു ഓഡിയൻസിന് മുന്നിൽ എന്ത് ചെയ്യും, അവർ ആ കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് അതിന്റെ കണ്ടന്റ് ഡെലിവറി നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മളൊരു പാനൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാനൽ ഡിസ്കഷൻ എന്നും പറയും. നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്താണ്, ഒരു ഗ്രൂപ്പ് വർക്കാണ്, ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ തന്നെയാണ്. എന്താണ്, ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഇടയിൽ അവരുടെ ഒരു ഐഡിയ ജനറേറ്റിംഗ് വർക്കാണ് എന്ത്, ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് ഐഡിയ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്താണ്, ഇപ്പോ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു സാർ ഉണ്ടായിരുന്നു. സാർ ക്ലാസ്സിൽ വന്നാൽ സാറിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോളേജിലൊന്ന് മോടി പിടിപ്പിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്കൊരു ഏരിയ തന്നു, അവിടെ നമ്മളോട് എന്ത് ചെയ്യും, നമ്മളെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടത് എന്തും ചെയ്യാൻ പറയും. അപ്പൊ സാറ് വന്നിട്ട് എന്ത് ചെയ്യും, എല്ലാവരെയും നീപ്പിച്ചു നിർത്തും. എന്നിട്ട് ഞങ്ങളോട് പറയുന്നത് ഓരോരുത്തരോട് ഓരോ ഐഡിയ പറയാന്. അതായത് നമ്മൾ ഒരു ഐഡിയ പറയണം, ഒരാൾ പറഞ്ഞത് മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞ ആൾക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. കാരണം എന്താണ്, എല്ലാവരും ഇരിക്കുമ്പോൾ നമ്മൾ മാത്രം നിൽക്കുമ്പോൾ നമുക്കതൊരു കുറവല്ലേ. അപ്പൊ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. നമ്മൾ അപ്പുറം ഇരിക്കുന്നവരൊക്കെ ഡിസ്കസ് ചെയ്യും, എന്ത് ഐഡിയ ആണ് കിട്ടുക. വേറൊരാൾ നമ്മൾ ചിന്തിച്ചത് വേറൊരാൾ പറഞ്ഞാൽ അത് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്താണ്, 50 കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ 50 ഐഡിയാസ് എന്ത് ചെയ്തു, അവിടെ ജനറേറ്റ് ചെയ്തു. അപ്പൊ ആ ഒരു മെത്തേഡിനെ നമ്മൾ ഒരാൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെ 50 ആളുകൾ എന്ത് ചെയ്തു, ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടികളുടെ അല്ലെങ്കിൽ ലേണേഴ്സിന്റെ ബ്രെയിനിൽ നിന്ന് നമ്മൾ എന്താണ്, അവർക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോ, ഓരോ ലിങ്ക് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും, പുതിയ ഐഡിയ ജനറേറ്റ് ചെയ്തു വരും. ഓരോ ഡിസ്കഷനിൽ ഇരിക്കുമ്പോഴായിരിക്കും ഓരോ ലീഡ് കിട്ടുക. അപ്പൊ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടീച്ചിങ് മെത്തേഡാണ് എന്ത്, ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സിമുലേഷൻ ആണ്. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉണ്ടാവും. അവർക്ക് എന്താണ്, ഒരു ആക്ച്വൽ സിറ്റുവേഷൻ കൊടുക്കും. ആക്ച്വൽ സിറ്റുവേഷൻസിനെ റിസംബിൾ ചെയ്യുന്ന തരത്തിൽ എന്ത് ചെയ്യും, ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കും. അവിടെ അവരെങ്ങനെ പെർഫോം ചെയ്യും, എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് ഒബ്സർവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്,
സിമുലേഷൻ എന്ന് പറയുന്നത്. ക്രിയേറ്റിംഗ് കണ്ടീഷൻ ദാറ്റ് ആർ ക്വൈറ്റ് സിമിലർ ടു ആക്ച്വൽ കണ്ടീഷൻ. ഒരു ആക്ച്വൽ കണ്ടീഷന് സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു കണ്ടീഷനിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് എന്ത് മാറ്റമാണ് അവർക്ക് വരുത്തേണ്ടത്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് മെത്തേഡാണ് ഇത് സിമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു, ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡുകൾ തന്നെയാണ്. മെയിൻ ആയിട്ട് നമ്മൾ 4 പറഞ്ഞത്. ലേണർ സെന്റേർഡ്, സ്റ്റുഡൻറ് സെന്റേർഡ്, ലേണർ സെന്റേർഡ്, ടീച്ചർ സെന്റേർഡ്, കണ്ടന്റ് ഫോക്കസ്ഡ് സെന്റേർഡ് ആൻഡ് ഇന്ററാക്റ്റീവ്. അതിനുശേഷം അതിൽ വരുന്ന ഓരോ സബ് പോയിന്റുകളാണ്, അല്ലെങ്കിൽ ഈ 4 ഇൻക്ലൂഡ് ചെയ്യുന്ന പോയിന്റുകളാണ് ഇനി നമ്മൾ പറഞ്ഞത്. ലെക്ചർ മെത്തേഡ് എന്താന്ന് പറഞ്ഞു, ഡിസ്കഷൻ മെത്തേഡ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു, ട്യൂട്ടോറിയൽ മെത്തേഡ് എന്താന്ന് പറഞ്ഞു, പാനൽ എന്താ, അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റോമിങ് എന്താ, സിമുലേഷൻ എന്താ. ഇതൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആണ്. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ടീച്ചിങ് മെത്തേഡ് തന്നെയാണ് എന്ത്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ്. ഓക്കെ, ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. ഇവിടെ എന്താണ്, ജസ്റ്റ് ഒരു കണ്ടന്റ് ഡെലിവറി, നമ്മൾ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ എന്താണ്, നമ്മൾ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുകയാണ് എന്ത്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഇതെന്താണ്, നമ്മളെ കോഗ്നിറ്റീവ് ആൻഡ് എഫക്റ്റീവ് സൈക്കോമോട്ടോർ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ ഡൊമൈൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതിൽ വരുന്നതാണ് അസൈൻമെന്റ്സ്. എന്താണെന്നൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എന്താണ്, കുട്ടികൾക്ക് നമ്മൾ അസൈൻമെന്റ് കൊടുക്കുക, അവരെന്ത് ചെയ്യാണ്, അവരെയും കൊണ്ട് നമ്മളൊരു വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ജസ്റ്റ് കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ എന്താണ്, അവർക്കൊരു ടോപ്പിക് കൊടുത്തിട്ട് ഇതിലൊരു അസൈൻമെന്റ് എഴുതി വരണം, ഇത്ര പേജ് വേണം എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവർ സ്വയം കൂടുതലായിട്ട് അന്വേഷിക്കും. അപ്പൊ അവരെന്താണ്, കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവർ ചെയ്യുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡാണ് ഇത് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ദെൻ കേസ് സ്റ്റഡി എന്താണ്, ഒരു കേസ് കൊടുക്കും, അതിനെക്കുറിച്ച് അവരോട് പഠിക്കാൻ പറയും. ഇതെന്താണ്, ജസ്റ്റ് ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് ചെയ്യുന്നതിനേക്കാൾ അവർക്ക് എന്താണ്, ഒരു കേസ് കൊടുത്ത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് വരാൻ പറയുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു ആക്റ്റീവ് ലേണിംഗ് മെത്തേഡാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ബിയോണ്ട് ദ ക്ലാസ് റൂം ആണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ റോൾ പ്ലേ. എന്താണ് റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ, ഒരു സിറ്റുവേഷനിൽ ഒരാളുടെ റോള് എങ്ങനെയാണ് ആ സ്റ്റുഡൻസ്, അവർക്ക് എന്ത് ചെയ്യും, ഒരു സിറ്റുവേഷൻ കൊടുക്കും. ദെൻ എ സ്റ്റുഡൻറ് സെന്റേർഡ് ടീച്ചിങ് മെത്തേഡാണ് എന്ത്, റോൾ പ്ലേ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്, സ്റ്റുഡൻറ് സെന്റേർഡ് തന്നെയാണ് ഈ ഡെമോൺസ്ട്രേഷനിൽ അധികവും വരുന്നത്. ഇൻവോൾവ് സ്റ്റുഡൻസ് ടേക്കിംഗ് ഓൺ ദ സ്പെസിഫിക് റോൾ. അവരെന്ത് ചെയ്യും, ഓരോരുത്തർ ഇപ്പൊ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളോട് റോൾ പ്ലേ നടത്താൻ പറയാം. അതായത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവിടെ ഉള്ള ആളുകൾ, ആരൊക്കെയാണ് അവിടെ ഉള്ള ആളുകൾ എന്നുള്ളത് റോൾ പ്ലേ നടത്താൻ പറഞ്ഞ് അവരോട് പറയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, റോൾ പ്ലേ നടത്തും. ഓക്കെ, അപ്പൊ അതാണ് ഓരോരുത്തരുടെ റോൾ അവരെന്ത് ചെയ്യും, ചെയ്യാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, അവർ പഠിച്ചെടുക്കും. ആ ഒരു ടീച്ചിങ് മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റോൾ പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ടീച്ചിങ് മെത്തേഡ് ആണ് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു ഭാഗം. ടീച്ചിങ് മെത്തേഡിൽ നമ്മൾ മെയിൻ ആയിട്ട് 4 മെത്തേഡുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ടീച്ചർ സെന്റേർഡ്, ലേണർ സെന്റേർഡ്, കണ്ടന്റ് ഫോക്കസ്ഡ്, ഇന്ററാക്റ്റീവ്. ദെൻ നമ്മൾ അതിൽ വരുന്ന കുറച്ച് ടീച്ചിങ് മെത്തേഡുകളാണ് പറഞ്ഞത്. ലെക്ചർ മെത്തേഡ്, ദെൻ ട്യൂട്ടോറിയൽ മെത്തേഡ്, പാനൽ മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, ബ്രെയിൻ സ്റ്റോമിങ്, സിമുലേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൽ അസൈൻമെന്റ്, സെമിനാറുകൾ വരും. ഓക്കെ, സെമിനാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടോപ്പിക് കൊടുക്കുക, എന്നിട്ട് ആ കുട്ടീനോട് എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് പഠിച്ച് വന്ന് ഒരു ഗ്രൂപ്പിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറയും. അതിനെയാണ് നമ്മൾ സെമിനാർ എന്ന് പറയുന്നത്. സെമിനാർ കൊടുക്കും. കേസ് സ്റ്റഡി, റോൾ പ്ലേ, ഇതൊക്കെ എന്താണ്, ഡെമോൺസ്ട്രേഷനിൽ വരുന്നതാണ്. ഇനി ഇത് നിങ്ങൾ സ്റ്റാർ മാർക്ക് ഇടേണ്ട ഒരു ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് ടീച്ചിങ് തന്നെയാണ്, മെത്തേഡ് ഓഫ് ടീച്ചിങ് തന്നെയാണ്. നിങ്ങൾ സ്റ്റാർ മാർക്ക് ഇട്ട് അടയാളപ്പെടുത്തേണ്ടതാണ്. ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും. ആദ്യം നമുക്ക് ഡിഡക്റ്റീവ് മെത്തേഡ് പറയാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറൊന്നുമില്ല, പക്ഷെ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും. ഈ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറൽ പ്രിൻസിപ്പിൾസ്,
അതായത് ഈ ഒരു ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് G to P എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ടു പെർട്ടിക്കുലർ ആണ്. അതായത് ഒരു ജനറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റൂൾസ് ഒക്കെ പറഞ്ഞ് അതിനെ നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയാം. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഡിഡക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. എന്താണ്? ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരികയാണ്. ഒരു ജനറൽ പ്രിൻസിപ്പിൾ പറഞ്ഞു, എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അത് കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്പെസിഫിക് റൂളിലേക്ക് പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരു ജനറൽ പ്രിൻസിപ്പിളിൽ നിന്നും ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലറിലേക്ക് വന്നിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇത് എന്താണ്? ടീച്ചർ സെന്റേർഡ് അപ്രോച്ച് ആണ്. ദ എഡ്യൂക്കേറ്റർ എക്സ്പ്ലെയിൻ എ ജനറൽ ഐഡിയ ഫസ്റ്റ്, ദെൻ ഓരോ എക്സാമ്പിൾ പറഞ്ഞ് പറഞ്ഞ് അതിനെ സാധൂകരിക്കുന്ന ഒരു മെത്തേഡാണിത് ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇതിൽ എപ്പോഴും ചോദിക്കാറുള്ളത് ജനറൽ പ്രിൻസിപ്പിളിൽ നിന്നും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന ടീച്ചിങ് മോഡൽ ഏതാണ് എന്നാണ് ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ ചോദിക്കാറുള്ളത് എന്താണ്? ഡിഡക്റ്റീവ് മോഡൽ ഓഫ് ടീച്ചിങ്ങിൽ എങ്ങനെയാണ് ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യുക. അപ്പൊ ജനറൽ ടു പെർട്ടിക്കുലർ എന്നാണ് ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇത് എക്കണോമിക്സിലെ ഒരു ഭാഗം വരുന്നുണ്ട്. ഞങ്ങൾക്ക് പണ്ട് ഞാൻ +1 പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ സാറ് പറഞ്ഞു തന്നൊരു കോഡാണിത് DGP എന്ന് പറയുന്നത്. അത് കാരണം ഇന്ന് വരെ ഞാനത് മറന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. DGP എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഡക്റ്റീവ്, ജനറൽ ടു പെർട്ടിക്കുലർ. പിന്നെ ഇൻഡക്റ്റീവ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ആ ഒരു കോഡ് നിങ്ങളെ മൈൻഡിൽ ക്ലിക്ക് ആവുന്നുണ്ടെങ്കിൽ, മൈൻഡിൽ നിൽക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ആ കോഡ് ആലോചിച്ചാൽ മതി. DGP, ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് ജനറൽ നിന്നും പെർട്ടിക്കുലറിലേക്കുള്ളതാണ്. അതാണ് ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ആദ്യം നമ്മളൊരു ജനറൽ പ്രിൻസിപ്പിൾ പറഞ്ഞതിന് ശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഡിഡക്റ്റ് ചെയ്ത് എക്സാമ്പിൾ പറഞ്ഞ് എന്ത് ചെയ്യുകയാണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒന്നിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ അതിനെ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. പെർട്ടിക്കുലറിൽ നിന്നും ജനറലിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. ഞാനൊരു ക്ലാസ്സിനെ കുറിച്ച് പറയാണ്. ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും വളരെ മോശമാണ്. ഓക്കെ, അവരാരും പഠിക്കുന്നില്ല, അവരാരും ക്ലാസ്സിൽ കയറുന്നില്ല. പ്രത്യേകിച്ച് ഇന്ന കുട്ടി, എന്ന് പറയുന്ന കുട്ടി, അവനെ കൊണ്ടാണ് ഭയങ്കര ശല്യം. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ എന്താണ്? ആദ്യം ജനറലൈസ് ചെയ്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു. അതിനെ വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, നമ്മളിവിടെ പറയുന്നത് ടീച്ചിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ ഇതെന്താണ്? ഡിഡക്റ്റീവ് ആണ്. നേരെ മറിച്ച് ഞാൻ പറയാണ്, ആ എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടി ഇന്ന ക്ലാസ്സിലല്ല, കുട്ടീന്റെ ഒരു കാര്യം എന്താണ്, അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാനെന്ത്? ആ ക്ലാസ്സേ മോശമാണ്, അല്ലെങ്കിൽ ആ ബാച്ചേ മോശമാണ്, അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയാം. പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? ജനറലൈസ് ചെയ്തു. ഓക്കെ, ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റുഡന്റ് സെന്റേർഡ് അപ്രോച്ച് ആണ്. അപ്പൊ ആലോചിക്കുക, ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് ടീച്ചർ സെന്റേർഡ് ആണ്, ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡന്റ് സെന്റേർഡ് അപ്രോച്ച് ആണ്. ഇവിടെ എന്താണ്? സ്പെസിഫിക് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഡാറ്റ അല്ലെങ്കിൽ ഒബ്സർവേഷനിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കാര്യത്തെ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? പെർട്ടിക്കുലർ ടു ജനറൽ ആണ്. പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ ജനറലൈസ് ചെയ്യുകയാണ്. അപ്പൊ ഇതാണ് എന്ത്? ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് അനദർ ടൈപ്പ് ഓഫ് ടീച്ചിങ് ആണ്, ടീച്ചിങ് മെത്തേഡ് ആണ്, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ ഒരു ഭാഗം നമ്മുടെ ICTയിലും വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല എന്താണ് ഓഫ്ലൈൻ, എന്താണ് ഓൺലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ മെത്തേഡ് തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ലൊക്കേഷൻ ആണ്. ഓഫ്ലൈൻ ടീച്ചിങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ്? ഫിസിക്കലി പ്രസന്റ് ആവണം, എല്ലാവരും ഒരേ സ്ഥലത്തായിരിക്കണം. പക്ഷെ ഓൺലൈൻ ടീച്ചിങ്ങിന് എന്താണ്? ഇപ്പൊ നമ്മളിത് നോക്കിയാൽ മതി, ഞാൻ എവിടെയോ നിൽക്കുന്നു, നിങ്ങളൊക്കെ വേറെ എവിടെയോ നിൽക്കുന്നു, നമ്മൾ ഫിസിക്കലി ഒരു ലൊക്കേഷനിൽ എന്തല്ല
പ്രസന്റ് അല്ല. അപ്പൊ അതാണ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ടീച്ചിങ്ങിനുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഓഫ്ലൈൻ ടീച്ചിങ്ങിൽ എന്താണ്, ലേണേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് സ്ഥലത്ത് അസംബ്ലി ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓൺലൈൻ ടീച്ചിങ്ങിൽ അതിനാവശ്യമുള്ള ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മതി. ഇവിടെ നമ്മൾ എന്താണ് ഗൂഗിൾ മീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ എന്താണ് ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മതി. ദെൻ പാർട്ടിസിപ്പൻറ്റ് സിംപ്ലി നീഡ് ടു ലോഗ് ഇൻ ടു ദ ഇന്റർനെറ്റ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്താണ് ഓഫ്ലൈൻ ആൻഡ് എന്താണ് ഓൺലൈൻ ടീച്ചിങ്, ഇത് നമുക്കറിയാം. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളാണെന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഓഫ്ലൈൻ ടീച്ചിങ്ങിനെ കുറിച്ചല്ലേ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ഓഫ്ലൈൻ ടീച്ചിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു, ഓഫ്ലൈൻ ലേണിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു. ഇതുവരെ പറഞ്ഞ നമ്മൾ ടീച്ചിങ് ലെവൽസുകൾ, ടീച്ചിങ് മെത്തേഡുകൾ, ലേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞത് ഓഫ്ലൈൻ ടീച്ചിങ്ങിനെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, ഓൺലൈൻ ടീച്ചിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓൺലൈൻ ടീച്ചിങ്ങിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഓക്കെ, ഓൺലൈൻ ടീച്ചിങ് സാധ്യമാകുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. നമുക്കറിയാം ഓൺലൈൻ ടീച്ചിങ് ആൻഡ് ഓൺലൈൻ ലേണിംഗ് ഒക്കെ പണ്ടേ മുതലുണ്ട്. പക്ഷെ ഇത് പോപ്പുലർ ആയത് എന്താണ്, ആ ഒരു കൊറോണക്ക് ശേഷമാണ് ഓൺലൈൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ത് ചെയ്തത്, ഒന്നും കൂടെ പോപ്പുലർ ആയത്, വൈഡ് സ്പ്രെഡ് ആയത്, എല്ലാവരിലേക്കും എത്തിയത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെന്റുകൾ, ഓൺലൈൻ ടീച്ചിങ് പോസിബിൾ ആവാൻ വേണ്ടി നമ്മൾ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത ഒരുപാട് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മീഡിയംസ് ഓഫ് ഓൺലൈൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഉണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ICT-നും കൂടെ വരുന്നതാണ്. ICT ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ് എന്ത് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ടീച്ചിങ്ങിൽ അല്ലെങ്കിൽ ഓൺലൈൻ ലേണിങ്ങിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാറ്റഗറി അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു മീഡിയം ഓഫ് ലേണിംഗ് ആണ് എന്ത്, സ്വയം എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. സ്വയം എന്ന് പറയുന്നത് എന്താണ്, MHRD, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണെന്ത്, സ്വയം എന്ന് പറയുന്നത്. സ്വയം എന്നുള്ള ടേമിന്റെ ഫുൾ എന്താണ്, സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പിറന്റ് മൈൻഡ്സ് എന്നുള്ളത്. ഇതിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. സ്വയം, അതുപോലെ മൂക്ക്, ഇതിന്റെയൊക്കെ ഫുൾ ഫോമുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ സ്വയത്തിന്റെ ഫുൾ എന്താണ്, സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പിറന്റ് മൈൻഡ്സ് എന്നാണ്. ഇതെന്താണ്, ഒരു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിൽ വരുന്ന ഒരു കാര്യമാണിത് സ്വയം എന്ന് പറയുന്നത്. അതെന്താന്നുള്ളത് നമ്മൾ തൊട്ടപ്പുറത്ത് പറയുന്നുണ്ട്. പാർട്ട് ഓഫ് മൂക്ക്. ഓക്കെ, മൂക്ക് എന്നാണ് പറയാറുള്ളത്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നുള്ളത്. ഇത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഇതിന്റെ ഫുൾ ഫോം എന്താന്നുള്ളത്. ഓക്കെ, എന്താണ്, 2017 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MHRDയും കൂടെ എന്ത് ചെയ്തിട്ടുള്ളത്, സ്വയം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് അവരുടെ ഒരു പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, സ്വയത്തിന് 3 പ്രിൻസിപ്പിൾ ആണുള്ളത്: ആക്സസ്, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി. അതായത് അവരുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് എന്താണ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക ഫോർ മെയിൻറ്റെയിനിങ് ദ ഇക്വിറ്റി. ഇക്വിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ദാറ്റ് ആർ ആക്സസിബിൾ ഫോർ എവ്രി വൺ. എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റിയ എന്താണ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, സ്വയത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. 3 പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്: ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്വയം പ്രൊമോട്ട് ഇ ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് സ്വയത്തിന്റെ എന്താണ് മേജർ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ആണ്. ഇനി സ്വയം എന്ന് പറയുന്നത്, സ്വയത്തില് തൗസൻഡ്സ് ഓഫ് കോഴ്സുകളുണ്ട്. സ്വയം എന്ന് പറയുന്നത് ആപ്പ് ആയിട്ടുണ്ട്. ഇല്ലാത്തവരൊന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. സ്വയം ആപ്പ് ആയിട്ടുണ്ട്. ആ ആപ്പില്, ആ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ സ്വയത്തിൽ നമ്മളൊരു കോഴ്സ് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് ടീച്ചിങ് പഠിക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷനിൽ ടീച്ചിങ്ങിനെ കുറിച്ചിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാവും. ആ കോഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 4 ഫേസസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. അതിനെയാണ് 4 ക്വാഡ്രൻസ് എന്ന് പറയുന്നത്. അതായത് സ്വയം ആപ്പിൽ നമ്മൾ എടുക്കുന്ന കോഴ്സിനെ കുറിച്ച്, ഇപ്പൊ നമ്മൾ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യും, വീഡിയോ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യും.
ഓക്കെ, ആ കോഴ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ലെക്ചേഴ്സ് എന്തിലുണ്ടാവും? സ്വയത്തിലുണ്ടാവും. അതുപോലെ തന്നെ റീഡിംഗ് മെറ്റീരിയലുകൾ ഉണ്ടാവും. PDF ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്നും മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വീഡിയോ ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ PDF എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ റീഡിംഗ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ്, അതായത് അസൈൻമെന്റ് എന്നുള്ള പേരിൽ അവരെന്ത് ചെയ്യും? ഓരോ മൊഡ്യൂളും, ഇപ്പൊ നമ്മൾ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എടുത്തേക്കാണ്, അതിൽ 3 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ അതിൽ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും അവരെന്ത് ചെയ്യും? ഒരു സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് നടത്തും. ഒരു അസൈൻമെന്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? അവരൊരു MCQ ക്വസ്റ്റ്യൻസ് നടത്തും. അതാണ് മൂന്നാമത്തെ ഒരു മീഡിയം എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട്, അതിന്റെ മെറ്റീരിയൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? എക്സാംസ് അല്ലെങ്കിൽ ടെസ്റ്റുകൾ നമ്മളെ ആക്സസ് ചെയ്യാൻ, നമ്മളെ പഠിപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് ആക്സസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ദെൻ അവരെന്താണ്? ഒരു ഓൺലൈൻ സെഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, നമ്മളെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ഓൺലൈൻ സെഷൻ അവർ നടത്തുന്നുണ്ട്. വീഡിയോ ക്ലാസ് എന്ന് പറയുന്നത് ലൈവ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കില്ല, റെക്കോർഡഡ് ക്ലാസ്സുകളാണ് വീഡിയോ ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്വയം എന്ന് പറയുന്നത് ഫ്രീ കോഴ്സാണ്. ഓക്കെ, സ്വയം എന്ന് പറയുന്നത് MHRDയും മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടെ ഡെവലപ്പ് ചെയ്ത ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സ്വയം എന്ന് പറയുന്നത്. 2017 എന്ത് ചെയ്തത്? സ്വയം എന്ന് പറഞ്ഞ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവരുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മേജർ ആയിട്ടുള്ള ഒരു മോട്ടോ എന്ന് പറയുന്നത്. 4 തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്വയം കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോ ലെക്ചേഴ്സ് ആയിട്ടുണ്ട്, ദെൻ റീഡിംഗ് മെറ്റീരിയൽ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റ് ആൻഡ് ക്യൂസ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലേണിംഗ് അവര് ആക്സസ് ചെയ്യുന്നുണ്ട്. ദെൻ ഏറ്റവും ലാസ്റ്റ് എന്താണ്? അവരൊരു ഓൺലൈൻ ഡിസ്കഷൻ നടത്തും. ഇതുവരെ നമുക്ക് എന്താണ്? സ്വയംല് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഇനി ഇത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ സ്വയത്തിലെ കോഴ്സുകളെല്ലാം എന്താണ്? സർട്ടിഫൈഡ് കോഴ്സുകളാണ്. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു മിനിമൽ ഫീ അടച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഓൺലൈൻ അല്ലാതെ ഫിസിക്കലായിട്ട് ഒരു സെന്ററിൽ പോയിട്ട് നമ്മൾ CBT നെറ്റ് എക്സാം എഴുതുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സാം കണ്ടക്ട് ചെയ്ത് അതിൽ പാസ്സായാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സ്വയത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സ്വയം എന്ന് പറയുന്നത് ഫ്രീ കോഴ്സുകളാണ്. പക്ഷെ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെറിയ എമൗണ്ട് നമ്മൾ ഫീ അടച്ച് എക്സാം എഴുതണം. അപ്പൊ ഇതാണ് സ്വയം എന്ന് പറയുന്നത്. നെറ്റ് എക്സാം നടത്തുന്നത് പോലെ തന്നെയാണ് NTA ആണെന്ത്? സ്വയം എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്വയം എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് എന്ത്? സ്വയം പ്രഭ. ഓക്കെ, രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വയം എന്ന് പറയുന്നത് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. MHRD ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സർട്ടിഫൈഡ് ലേണിംഗ് കോഴ്സുകളാണ്. സർട്ടിഫൈഡ് കോഴ്സുകളാണ് എവിടെ ഉള്ളത്? ഫ്രീ സർട്ടിഫൈഡ് കോഴ്സുകളാണ്. സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സാം എഴുതണം, അതിന് നമ്മളൊരു ഫ്രീ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? സ്വയം പ്രഭ. സ്വയം പ്രഭ എന്ന് പറയുന്നത് ഒരു TV ചാനലുകളാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണ്, പക്ഷെ എന്താണ്? TV ചാനലാണ്. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് ഇൻ 2017. 2017 തന്നെയാണ് എന്ത്? സ്വയം പ്രഭയും എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 32 DTH ചാനലുകൾ, 32 DTH ചാനലുകൾ ഉള്ള TV-യിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് എന്ത്? സ്വയം പ്രഭ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേത് എന്താണ്? ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇവിടെ എന്താണ്? DTH ചാനലുകളാണ്. 32 ചാനൽസ് ഉണ്ട്. ഓക്കെ, എന്താണ്? ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രോഗ്രാം 24/7 ബേസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. GSAT 15 സാറ്റലൈറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്വയംപ്രഭ ഏത് സാറ്റലൈറ്റിലാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ സ്വയംപ്രഭ എന്ന് പറയുന്നത് ഒരു DTH ചാനലാണ്. 32 DTH ചാനൽസ് ഉണ്ട് സ്വയംപ്രഭക്ക്. അവിടെ എന്താണ്? 24/7 അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. 9th സ്റ്റാൻഡേർഡ് മുതൽ പ്രൊഫഷണൽ കോഴ്സ് വരെയുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വയംപ്രഭ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഈ ഒരു സ്വയംപ്രഭയിൽ ഈ 32 ചാനലുകൾ 24/7 ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള അസിസ്റ്റൻസ് നൽകുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിനെ സഹായിക്കുന്നവര് NPTEL, IITs, UGC, CEC, IGNO ഇവരാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ സഹായിക്കുന്നത്. ഇത് നമ്മൾ ICTയിൽ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് കേട്ടോ, ഇവർ ഏതൊക്കെയാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഷോർട്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇവരാണ് എന്ത് ചെയ്യുന്നത് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്ത് ഗവൺമെന്റിനെ സഹായിക്കുന്നത്. ഈ ഒരു 32 ചാനലില് അവർ കവർ ചെയ്യുന്നത് എന്താണ് ഹയർ എഡ്യൂക്കേഷൻ, ഓക്കെ, ഡിഗ്രി ലെവൽ ആൻഡ് PG ലെവലിലുള്ള കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കൂൾ എഡ്യൂക്കേഷൻ, കരിക്കുലം ബേസ്ഡ് കോഴ്സുകൾ. ഈ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സ്വയംപ്രഭ ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ വിക്ടേഴ്സ് ചാനൽ പോലെ ഒരു ചാനലാണിത് സ്വയംപ്രഭ എന്ന് പറയുന്നത്. 32 ചാനലുകൾ എന്തുണ്ട് സ്വയംപ്രഭക്കുണ്ട്. ഓക്കെ, അപ്പൊ സ്വയം എന്ന് പറയുന്നത് എന്താണ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. അതെന്താണ് ഇ ലേണിംഗ് ആപ്പിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്വയംപ്രഭ എന്ന് പറയുന്നതാണ് DTH ചാനലാണ്. 32 DTH ചാനലുകളുണ്ട്. അതിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ UGC, CEC ഇവരൊക്കെ ഇതിൽ ഓരോന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഏതാന്നുള്ളത് നമ്മൾ ICTയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ PYQ ഉണ്ടായിരുന്നു, ഞാനത് പോളായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിലിടാം. ഓക്കെ, അത് മിസ്സായി തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞു. ആരാണ് ലേണേഴ്സ് എന്ന് പറഞ്ഞു. 2 ടൈപ്പ് ഓഫ് ലേണേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അഡൾട്ട് ലേണർ ആരാണ്, അഡോളസെന്റ് ലേണർ ആരാണെന്ന് പറഞ്ഞു. അവരുടെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സപ്പോർട്ട് മെറ്റീരിയൽ, ടീച്ചിങ് എയ്ഡുകളെ കുറിച്ചിട്ടാണ്. അതിനുശേഷം നമ്മൾ ടീച്ചിങ് മെത്തേഡിനെ കുറിച്ചാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡ് ആണ് പറഞ്ഞത്. 4 ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡ് മേജർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം അതിന്റെ സബായിട്ട് വരുന്ന കുറെ ടീച്ചിങ് മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു. ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, റോൾ പ്ലേ, ബ്രെയിൻ സ്റ്റോമിങ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് മെത്തേഡ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ടീച്ചിങ്ങിനെ കുറിച്ചാണ്. ഓഫ്ലൈൻ ടീച്ചിങ്ങിനെ കുറിച്ച് തന്നെയായിരുന്നു ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. അതിൽ ഓൺലൈൻ ടീച്ചിങ് ആൻഡ് ലേണിംഗിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞിട്ടില്ല, ഓൺലൈൻ ടീച്ചിങ്ങിൽ ഇനിയും ഒരുപാട് വരുന്നുണ്ട്. അതിൽ നമ്മൾ 2 എണ്ണത്തെ കുറിച്ച് പറഞ്ഞത്, രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വയം ആൻഡ് സ്വയം പ്രഭ എന്ന് പറയുന്നത് രണ്ടും എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനീഷ്യേറ്റീവ് ആണ്. MHRD ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് സ്വയം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 2017 എന്ത് ചെയ്തിട്ടുള്ളത്, രണ്ടും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സ്വയം എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ട് ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. സ്വയംപ്രഭ എന്ന് പറയുന്നത് എന്താണ് DTH ചാനലിലൂടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് എന്ത് സ്വയം പ്രഭ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായി എന്ന് കരുതുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഒരു ഇവിടെ മുതലുള്ള ഭാഗം ഇതിലും ICTയിലും എന്താണ് സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്ന ഭാഗങ്ങൾ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മനസ്സിലായോ എന്ന് പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഭാഗങ്ങളും മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഗ്നേറ്റീവ് ആയിട്ട് നമുക്കൊന്ന് ചിന്തിച്ചാൽ കിട്ടുന്നതാണ് ടീച്ചിങ്ങിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ പഠിക്കുക തന്നെ വേണം ഈ ഒരു ഭാഗങ്ങള്. ഓക്കെ, അപ്പൊ കൺക്ലൂഡ് ചെയ്യാലോ? ഓക്കെ.